നമസ്കാരം. ഇനി മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് KT ജലീൽ. ഒരധികാരവും അദ്ദേഹത്തിന് വേണ്ടെന്ന നിലപാടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം മത്സരിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടിരുന്നില്ല എന്നതാണ് ഒരു സത്യം. അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ കറപുരളാത്ത പൊതുപ്രവർത്തന ജീവിതകാലത്ത് അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉണ്ടായ ഖുർആന്റെ മറവിലെ സ്വർണ്ണക്കടത്തെന്നത്. ശരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ആകണം ഒരിക്കൽ കൂടെ മത്സരിക്കണമെന്നും തന്റെ വിശ്വാസ്യത ഒരിക്കൽ കൂടി ഈ കേരളത്തെ ബോധിപ്പിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചത്. ആ കേസിൽ ജലീലിനെ തൂക്കുമെന്ന് പറഞ്ഞ ഒരാൾക്കും ഒരു രോമത്തിൽ പോലും സ്പർശിക്കാൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ജലീൽ സഖാവ് പിന്മാറുന്നത് പേടിച്ചിട്ടാണെന്നൊക്കെ വീമ്പ് പറയുന്ന ലീഗന്മാർക്ക് ലേശം ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. മലപ്പുറത്ത് ലീഗിനെ എതിർത്ത് ജീവിക്കാൻ പോലും കഴിയില്ലെന്ന സാഹചര്യമുള്ള കാലത്ത് നിങ്ങൾ ലീഗുകാരുടെ പുലിക്കുട്ടിയെ തോൽപ്പിച്ച് സഭയിലെത്തിയ മനുഷ്യനാണ് KT ജലീൽ. അദ്ദേഹം തുടർച്ചയായി ജയിച്ച് മന്ത്രിയാകുകയും ചെയ്തിരുന്നു. മലപ്പുറത്തിന്റെ യഥാർത്ഥ പുലിക്കുട്ടിയായി, അതായത് മലപ്പുറംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മലപ്പുറം സുൽത്താനായി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പ്രിയ സഖാവെ KT ജലീൽ, അങ്ങേക്ക് 1000 അഭിവാദ്യങ്ങൾ. പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ കാതുകളിൽ തക്ബീർ മുഴക്കുന്ന ഉപ്പമാരുടെ മക്കളെ ചെങ്കൊടി പിടിക്കാൻ പ്രാപ്തമാക്കിയ മനുഷ്യൻ കൂടിയാണ് നിങ്ങൾ. പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ കാതുകളിൽ തക്ബീർ മുഴക്കുന്ന ഉപ്പമാരുടെ മക്കളെ ചെങ്കൊടി പിടിക്കാൻ പ്രാപ്തമാക്കിയ മനുഷ്യൻ കൂടിയാണ് നിങ്ങൾ. ചങ്കൂറ്റത്തോടെ തന്നെ ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും താനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാനുള്ള കരുത്ത് പകർന്നതിൽ KT ജലീലിന്റെ സ്ഥാനം പലരുടെയും മനസ്സിൽ സവിശേഷതയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഉസ്താദിന്റെ മകനായി ലീഗ് അടക്കി ഭരിക്കുന്ന ഒരു നാട്ടിൽ ജനിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കാൻ അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും ഊർജം പകർന്നു തന്നിട്ടാണ് പോകുന്നത്. 1000 ജലീലുമാരെ സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങുന്നതെന്ന് കൂടി ലീഗുകാർ ഒന്ന് ഓർത്താൽ നന്ന്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട്. CPIM നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ലെന്ന്. ഉദ്യോഗസ്ഥരിലെ കള്ള നാണയങ്ങളെ തുറന്നു കാട്ടുമെന്നും അതിനുവേണ്ടി ഒരു പോർട്ടൽ തുടങ്ങുമെന്നും വിശദ വിവരങ്ങൾ ഒക്ടോബർ 2 പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ ഉൾപ്പെടുത്തുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.